ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പഴുത്ത ഏത്തപ്പഴം കൊണ്ട് ഒരു ഓണസദ്യ സ്പെഷ്യൽ റെഡിയാക്കി എടുക്കാം. ഇന്നത്തെ റെസിപ്പി ഏത്തപ്പഴം പുളിശ്ശേരി. ആദ്യം തന്നെ 2 പഴുത്ത നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തത് ഒരു കുക്കറിലേക്ക് ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർക്കുക. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ഇനി 1 കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിക്കാം. പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിനു ശേഷം കുക്കർ തുറക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി തീ ചെറിയ ഫ്ലെയിമിലോട്ടേക്ക് മാറ്റി 1/2 കപ്പ് ബീറ്റ് ചെയ്ത തൈര് ചേർക്കുക. എന്നിട്ട് എല്ലാം നന്നായി മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. തൈര് ചേർത്തതിന് ശേഷം ഇത് തിളപ്പിക്കാൻ പാടില്ല. ചൂടായതിനു ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കുക. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ഈ താളിപ്പ് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണസദ്യ ഉണ്ടാക്കുമ്പോൾ ഈ റെസിപ്പി കൂടി ഒന്ന് ട്രൈ ആക്കി നോക്കൂ. എന്തായാലും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.